കുറുക്കനും കടുവയും. ഈ കഥ നടക്കുന്നത് ചൈനയിലാണ്. ഇത് നമ്മുടെ നാട്ടിലെ തെന്നാലി രാമൻ കഥ പോലെയാണ്. ആ കാലത്ത് ചൈനയിൽ ഒരുപാട് ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് രാജാക്കന്മാരുമുണ്ടായിരുന്നു. ചില രാജ്യങ്ങൾ ചെറുതായിരുന്നു, ചിലത് വലുതായിരുന്നു. ഓരോ ഇടത്തും ഓരോ ആചാരങ്ങൾ, ഓരോ ജീവിതശൈലികൾ. ഈ രാജ്യങ്ങൾ തമ്മിൽ ഇടയ്ക്കിടെ യുദ്ധം നടക്കുക പതിവായിരുന്നു. അങ്ങനെ കൂക്ക് എന്ന ഒരു ചെറിയ രാജ്യമുണ്ടായിരുന്നു. അവിടെ ഷോവാ സീക്ക് എന്നു പേരുള്ള ഒരു മന്ത്രിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിയും ദൂരക്കാഴ്ചയും കൗശലവുമെല്ലാം മറ്റു രാജ്യങ്ങളിലെ ഭരണക്കാരെ വിറപ്പിച്ചിരുന്നു. ആ മന്ത്രിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയമുണ്ടാകും. ഒരു ദിവസം രാജാവ് അദ്ദേഹത്തെക്കുറിച്ച് സദസ്സിൽ ചോദിച്ചു. "ഞാൻ കേൾക്കുന്നു, നമ്മുടെ മന്ത്രി ഷോവാ സീക്കിന്റെ പേര് കേൾക്കുമ്പോൾ അയൽരാജ്യങ്ങൾ ഭയത്തിൽ വിറയ്ക്കുന്നു. ഇത് ശരിയാണോ?" ആ ചോദ്യം കേട്ട് സദസ്സ് നിശബ്ദമായി. ആരും ഒന്നും പറഞ്ഞില്ല. രാജാവ് ആ മന്ത്രിയെ ഇഷ്ടത്തോടെ ചോദിക്കുകയാണോ വെറുപ്പോടെ ചോദിക്കുകയാണോ എന്ന് ആർക്കും അറിയില്ല. ഏതെങ്കിലും വശമാകുന്നതിന് ആപത്തു വരുമോ എന്ന ഭയത്തിൽ ആരും മിണ്ടിയില്ല. അപ്പോൾ ജ്യാങ് എന്ന ഒരു മന്ത്രി ഒരുപാട് നാളായി രാജാവിന്റെ ഇഷ്ടം പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതൊരു നല്ല അവസരമാണ് എന്ന് തോന്നി. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു പറഞ്ഞു, "മഹാരാജൻ, ആ മന്ത്രിക്ക് ഇത്ര പ്രസിദ്ധിയുള്ളതിന് ഒരു കഥ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്താം. അനുവദിക്കണം." രാജാവ് "ശരി, പറഞ്ഞോ" എന്നു പറഞ്ഞ് അനുവദിച്ചു. ജ്യാങ് കഥ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഒരു കുറുക്കനെ കടുവ പിടിക്കുകയുണ്ടായി. ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. കുറുക്കൻ ഒരു ഉപായം ആലോചിച്ചു. ധൈര്യമായി തലയുയർത്തി കടുവയോട് ചോദിച്ചു, "നിനക്കൊരു ധൈര്യമുണ്ടെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിക്ക്. ദൈവം ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ഞാനാണ് തലവൻ എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നീ എന്നെ കൊന്നാൽ ദൈവത്തിന്റെ ശത്രുവാകും. ദൈവം നിന്നെ ശിക്ഷിക്കും." കടുവയ്ക്കൊരു സംശയം. കുറുക്കൻ ആ ഭാവം കണ്ട ഉടൻ പറഞ്ഞു, "ശരി, നീ വിശ്വസിക്കണമെങ്കിൽ നമുക്കീ കാട്ടിലൂടെ ഒരുമിച്ചു പോകാം. എന്നെ കണ്ടാൽ ഓരോ മൃഗവും ഭയന്നോടുന്നത് നീ കണ്ടോ? അപ്പോൾ മനസ്സിലാകും." കടുവ ഓക്കെ പറഞ്ഞു. കുറുക്കനൊരു ഡീവിൽ നടന്നു. ഇരുവശത്തുമുണ്ടായിരുന്ന മൃഗങ്ങൾ കുറുക്കന്റെ പിന്നിൽ കടുവയുള്ളത് കണ്ട് ഭയത്തിൽ ഓടി ഒളിച്ചു. അപ്പോഴാകട്ടെ കുറുക്കൻ കടുവയോട് ചോദിച്ചു, "കണ്ടോ, ഇതെല്ലാം ഓടുകയല്ലേ? ഇനിയും ഞാൻ ദൈവമയച്ചവനാണ് എന്ന് നിനക്കിനിയും സംശയമുണ്ടോ?" ഭയം കൊണ്ട് കടുവ കുറുക്കനെ വിട്ട് മറ്റൊരു വഴിക്ക് പോയി. ഇങ്ങനെ കഥ പറഞ്ഞ് ജ്യാങ് ശ്വാസമൊന്നിറക്കി. "ഇതാണ് മഹാരാജൻ. ഇതുപോലെ നിങ്ങൾ ആ കടുവയാണ്. ഷോവാ സീക്ക് ആ കുറുക്കനാണ്. ആൾക്കാർ ഭയക്കുന്നത് നിങ്ങളെയാണ്. ആ ഭയം കൊണ്ടാണ് ആ മന്ത്രിയെയും ഭയക്കുന്നത്." രാജാവ് ഒരുപാട് സന്തോഷിച്ചു. ആരും പറയാൻ ഭയക്കുന്ന കാര്യം ഒരു കഥ വഴി ഭംഗിയായി പറഞ്ഞ ജ്യാങ്ങിന് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് ആദരിച്ചു. ഇത് ചൈനയിൽ ഒരുപാട് പ്രശസ്തമായ കഥ. ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കാൻ ആഗ്രഹമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ സുഹൃത്തുക്കളെ.